നമ്മൾ പാണിയേലി പോയിലേക്ക് എത്തി. ഇത് പ്ലാന്റേഷനാണോ കാടാണോ എന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ. ഇവരങ്ങോട്ട് എത്തി. എപ്പോൾ ടൂറിസമാണ് എപ്പോൾ ടൂറിസമാണ് എപ്പോൾ ടൂറിസ്റ്റാണ് പാണിയേലി. ആ ഇവിടെ പണിച്ചെടിയില്ല. ഇവിടെ 10 രൂപ. അതിൻ്റെ അമ്മച്ചി ഞങ്ങൾ പാണിയേലി പോലിലെത്തി. ഇത് കണ്ടോ, ഇവിടെ എല്ലാം വൈദ്യുതി വേലിയാണ്. ഈ വൈദ്യുതി വേലി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇത് 4 കമ്പി വലിച്ചിട്ട് അതിൽ മുകളിൽ നേരെ താഴേക്ക് ഇട്ടുക. ഇത് ഹാങ്ങിങ് ഫെൻസിങ് എന്നും ഇനി പറയാറുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും ആനയ്ക്ക് ഇത് മുറിച്ച് കളയാനൊന്നും പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ അതുപോലെ ദേഷ്യം പിടിച്ചെടുത്ത ആനയ്ക്ക് ഇങ്ങനെയൊക്കെ ഇത് കളയാൻ പറ്റുള്ളൂ. തടി വലിയ മരക്കഷ്ണമൊക്കെ എടുത്തിട്ട് നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടതെല്ലാം ഈ ടൈപ്പ് വൈദ്യുത വേലിയാണ് മിക്ക ഫോറസ്റ്റ് ഏരിയയിൽ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പാണിയേലി പോലിൽ താഴേക്ക് പോവുകയാണ്. ഒരു ഗുണമുണ്ടായി, എനിക്ക് CCFിൻ്റെ ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു കയറിപ്പോൾ. ഞാൻ ഇപ്പോൾ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് കാരണം ഇവിടെ വന്നപ്പോഴത്തേക്കിന് പെർമിഷനൊന്നും എടുക്കണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേപ്പർ കാണിച്ചു കഴിഞ്ഞപ്പം അത് കയറിപ്പോളാൻ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കയറി. പിന്നെ താഴെ ഒരു തടാകമാണ് തോന്നുന്നു. ഞാനിവിടെ ആദ്യം വരുക കേട്ടോ. ആ തടാകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണെന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. കേരള വനവന്യജീവി വകുപ്പിൻ്റെ ഇതിൽ പാണിയേലി പോലെ വനിതാ സൗഹൃദ കേന്ദ്രത്തിൻ്റെ ആയിട്ടുള്ള ചേഞ്ച് റൂമും ബ്രസ്റ്റ് കുട്ടികൾക്ക് ആയിട്ട് വരുവാണെങ്കിൽ ഇവർക്ക് പാല് കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കാണുന്നത് മുറി. ഉണ്ടോ, ആന ദേഹം ചൊറിയുന്ന മരത്തിൽ കണ്ടോ, എൻ്റെ ദേഹം ചൊറിയുന്ന. ഇത് കുറേ പഴയതാകട്ടെ. ഇതെല്ലാം മൊത്തം മണ്ണെല്ലാം ഉണങ്ങിപ്പോയി. ആന ദേഹം ചൊറിയാനായിട്ട് മരങ്ങൾ തിരഞ്ഞെടുക്കണ്ട. ഇവിടുത്തെ മരങ്ങളിലാണ് ആന സാധാരണ ദേഹം ചൊറിയുന്നത്. ഇതാണ് പാണിയേലി പോയ തടാകം. ഇപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ. വൈകിട്ട് ഇപ്പം തിരക്കും കൂടെ. വൈകുന്നേരങ്ങളിലൊക്കെയാണ് ആണ് കൂടുതൽ വരുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അടിപൊളി മച്ചാൻ അല്ലോ.